ഹായ് ഓൾ. ഞങ്ങളിന്ന് കൊല്ലങ്കോട്, നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ. നമ്മുടെ ആ പണ്ടത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഇപ്പോൾ കൊല്ലങ്കോടൊക്കെ പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ആ പഴയ ഒരു ഗ്രാമം നമ്മുടെ കൊല്ലങ്കോടൊക്കെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ, ഇവിടെ കാണാൻ കഴിയുന്ന കുറച്ച് കാഴ്ചകൾ ഞങ്ങളിത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറിയൊരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് കാണാനുണ്ട് കേട്ടോ, നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ആവശ്യമാണ്, ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇതിലേക്ക് കയറി ഉടനെ തന്നെ ഒരു ഏർമാടം കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഞങ്ങളെല്ലാവരും കയറി. ഇത് ഉപ്പയാണ് കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ മോനാണ്, അവന് 2.5 വയസ്സായിട്ടുള്ളൂ. റസൽ ഇമ്രാൻ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ മൂപ്പർക്ക് ഇതിൻ്റെ മേലെ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മേലൊക്കെ നിന്നായിരുന്നു. ഇതാട്ടോ നമ്മുടെ ഗായകൻ സുഫിയാൻ, എൻ്റെ അനിയൻ. ഇവനെ കൂടാതെ എനിക്കൊരു അനിയനും കൂടെ ഉണ്ട്, സൈഫുദ്ദീൻ. അവൻ എയർപോർട്ടിൽ ജോലിയാണ്. അവൻ വരാൻ കഴിഞ്ഞിട്ടില്ല, ലീവ് കുറവാണ്. പഴയ കാളവണ്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ആ ഫ്രണ്ടിൽ പോകുന്നതാണ് കേട്ടോ എൻ്റെ ഉമ്മ, പിന്നെ അതെൻ്റെ വൈഫാണ്. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു തോണി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന എല്ലാവരും നല്ല കാറ്റൊക്കെ കൊണ്ട്, വൈകുന്നേരം നേരമായിരുന്നല്ലോ, അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇരുന്നു. ഇതിങ്ങനെ ഒരു ഭംഗിക്കായിട്ട് പാടത്തിൻ്റെ ഒരു സൈഡിൽ ഈ റാന്തൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗി തന്നെ ഉണ്ട്. അത് നല്ല രസമായിരുന്നു. ഇമ്രാന് പിന്നെ മണ്ണിലും ചെളിയിലൊക്കെ കളിക്കാൻ നല്ല താല്പര്യമായതുകൊണ്ട് അവനങ്ങനെ ചേറിൽ കൂടെയും ചെളിയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ പിന്നെ ഇതിൻ്റെ മേലുള്ള യുദ്ധമായിട്ടാണ്. കാരണം വെള്ളം തേവുന്ന ഈ ഒരു സംഭവം കൊണ്ടുള്ള യുദ്ധമായിരുന്നു. പിന്നെ ഉപ്പ പിടിച്ചു കൊടുത്താൽ കിട്ടുന്നില്ല. അങ്ങനെ ഉപ്പ പിന്നെ എല്ലാ കളിക്കും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഉപ്പ ഭയങ്കര കമ്പിയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാവരും മാറി മാറി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ആർക്കും അതങ്ങോട്ട് സെറ്റാവുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സുഫിയാനും കയറി. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല, നടക്കില്ല.
അങ്ങനെ പിന്നെ ഞാൻ കയറാൻ പോയില്ല, ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, എല്ലാവരും ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ സുഫിയാൻ്റെ നല്ല നല്ല പാട്ടുകൾ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ.